സംഗീതത്തിന്റെ പ്രാണനെ തിരിച്ചറിഞ്ഞ ശിഷ്യർക്ക് പകർന്നുകൊടുത്ത സംഗീതജ്ഞയാണ് പ്രൊഫസർ കെ എസ് സുജാതയെന്ന രാഗരത്നം നെടുമങ്ങാട് ശിവാനന്ദൻ. നാദശ്രീ സുജാതയ്ക്ക് ഏർപ്പെടുത്തിയ പുണ്യസ്മൃതി നെടുമങ്ങാട്ട് ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരു പ്രമുഖനായ ഗുരുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് നേരത്തെ അനൗൺസ് ചെയ്തപ്പോൾ ഈ നാട്ടുകാരനായ പ്രസിദ്ധനായ CS കൃഷ്ണയ്യർ സാർ, അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹമയമായ ഒരു സമീപനമാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം ഞങ്ങളുടെ പ്രൊഫസർമാരിൽ പ്രിൻസിപ്പൽ ചെമ്മൻകുടി ശ്രീനിവാസയ്യർ സാറായിരുന്നു എന്നുള്ളതും കൂടി പ്രശസ്തമായ ഒരു കാര്യമാണ്. കൃഷ്ണയ്യർ സാറിന് ഞങ്ങളോട് കൂടുതൽ ഒരു സ്നേഹം തോന്നാൻ കാര്യം അദ്ദേഹം മാത്രമേ അന്ന് കേരളത്തിൽ, അന്ന് ഞങ്ങളുടെ മ്യൂസിക് കോളേജല്ല മ്യൂസിക് അക്കാഡമിയിൽ മലയാളം അറിയാമെന്നുള്ള ഒരേ ഒരു അധ്യാപകൻ അദ്ദേഹം. കാരണം പാലക്കാടുകാരനായിരുന്നുകൊണ്ട് അദ്ദേഹം മലയാളം സംസാരിച്ചിരുന്നു സ്ഫുടമായിട്ട്. അതുകൊണ്ട് ഞങ്ങളോട് കൂടുതൽ കറസ്പോണ്ടൻസ് ബന്ധം അദ്ദേഹമാണ്. എന്താണ് അങ്ങോട്ട് വാടാ എന്നൊക്കെ പറയുന്നത് അദ്ദേഹമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം തമിഴിൽ മാത്രം സംസാരിക്കുന്നവരായിരുന്നു. സംഗീതത്തിന്റെ സത്വഭാവങ്ങളെ പോലെയായിരുന്നു ടീച്ചറുടെ ജീവിതം. സംഗീതം ജീവിതമായി കണ്ടുകൊണ്ടാണ് അവർ ശിഷ്യർക്ക് സ്വരാക്ഷരങ്ങൾ പകർന്നു നൽകിയത്. ടീച്ചറുടെ സർവസ്വവും സംഗീതമായിരുന്നുവെന്നും നെടുമങ്ങാട്ട് ശിവാനന്ദൻ പറഞ്ഞു. സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ സുജാത ടീച്ചർക്ക് ശിഷ്യർ സ്മൃതി മുദ്ര ചാർത്തി. മികച്ച സംഗീത പ്രതിഭകളായ അഭിഷേക്, സ്നേഹ, അമല, ഞാൻ S ആനന്ദ് എന്നിവർക്ക് നാദശ്രീ പുരസ്കാരം സമർപ്പിച്ചു. വിരമിച്ച സംഗീത കോളേജ് പ്രിൻസിപ്പൽ മനോജിന് യാത്രയയപ്പ് നൽകി. സുനിൽ തിരുവള്ളൂർ, മാങ്കുരിശി അരവിന്ദാക്ഷൻ, വൃന്ദാവനം ഗോപകുമാർ, CS വരദൻ, ഉഷാ സത്യൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.